ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ. നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഓണം ഞങ്ങൾക്ക് 3 പേർക്കും പനിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഓണം ഒന്നും ആഘോഷിച്ചില്ല, എങ്ങും പോയില്ല, ആരും ഇങ്ങോട്ടും വന്നില്ല. ആരും ഇങ്ങോട്ട് വരാഞ്ഞത് ഞങ്ങളുടെ പനി വരുമെന്ന് പേടിച്ച. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ യാത്ര ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായതുകൊണ്ട് അപ്പം വീട്ടിനകത്ത് തന്നെ ഇരിക്കുമല്ലായിരുന്നു. അപ്പം ചേട്ടൻ ഞങ്ങളിപ്പം പനി കുറഞ്ഞു കഴിഞ്ഞപ്പം ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, നേരത്തെ ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിൽ പോയിരുന്നു. അപ്പം ഇന്നിപ്പം മമ്മിയുടെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുക. അപ്പം മമ്മിക്ക് ഒരു സന്തോഷമാവില്ലേ, വീട്ടിനകത്ത് തന്നെ ഇരിക്കുകയല്ലേ. അപ്പം പുറത്തോട്ടൊക്കെ കൊണ്ടുപോയാൽ മമ്മിക്ക് ഭയങ്കര സന്തോഷം എവിടെയെങ്കിലുമൊക്കെ പോകുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഞാനും മമ്മി ഒരുപോലത്തെ സാരി ഇട്ടിരിക്കുന്നത് കേട്ടോ, സെയിം പാറ്റേൺ സെയിം കളർ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഞങ്ങളുടെ നാടിൻ്റെ ഭംഗിയും കൂടെ കണ്ടോ ഞങ്ങളുടെ നാടിൻ്റെ ഭംഗി. അപ്പം ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോഴാണ് ഇപ്പോൾ ഒരു ന്യൂസ് അറിഞ്ഞത്, അവിടെ വള്ളംകളി നടക്കുന്നു. പിന്നെ ആര്യത്തോടെന്ന് പറയുന്ന സ്ഥലം, അവിടെ വള്ളംകളി നടക്കുന്നു. അവിടെ ആദ്യമായിട്ടാണ് വള്ളംകളി നടക്കുന്നത്. അപ്പോൾ അവിടെ വണ്ടി പോകുമെന്ന് സംശയമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, അങ്ങനെ വണ്ടി പോകത്തില്ല എന്നുണ്ടെങ്കിൽ എന്നെ വള്ളംകളി ഒന്ന് കാണിക്കണേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വള്ളംകളി ഒന്നും കണ്ടിട്ടില്ല, അപ്പം വള്ളംകളി കാണിക്കുന്നത്. അപ്പം പുള്ളിക്കാരന് വലിയ താല്പര്യമൊന്നുമില്ല വള്ളംകളി കാണിക്കാൻ. എന്താണെന്നറിയോ, ഇവരൊക്കെ ഇല്ല വലിയ വള്ളംകളി കാണുന്നവരാണ്. അത് ഈ ചെറുവള്ളംകളിയാണ് ഇവിടെ ആദ്യമായിട്ട് നടക്കുന്നത്. നിരണം അരിത്തോട് എന്ന സ്ഥലമാണ് ഇത് കേട്ടോ. അപ്പം വണ്ടി പോകത്തില്ലെന്ന് ഉറപ്പായി. അപ്പോൾ 2 കിലോമീറ്ററോളം അങ്ങ് കൊണ്ടുപോയാൽ വണ്ടി ഇട്ട്, കാരണം ഇവിടെ വണ്ടി ഇടാൻ സ്ഥലമില്ലായിരുന്നു. സോ വണ്ടിയൊക്കെ അങ്ങ് കൊണ്ടിട്ടു. 2 വീലർ ആണെങ്കിൽ റോഡ് മൊത്തം നിറഞ്ഞിരിക്കുക. ഇപ്പം മത്സരമൊക്കെ കഴിഞ്ഞ് ഇനി ഫൈനൽ ആണ്. അപ്പോൾ ഫൈനലൊക്കെ ആകുമ്പോൾ ഇനി കുറച്ച് സമയം എടുക്കും ഫൈനൽ നടക്കാൻ. അപ്പോൾ ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി നിൽക്കുക, ചായ കുടിക്കാനും അവരവരുടെ ആവശ്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുക. അപ്പം ഞങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റി. അപ്പം ഞാൻ ചെറുതായിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. വള്ളങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അരിത്തോട് തോട്ടടി എന്നൊക്കെ പറയും, ആ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം എന്താ പറയുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത്. വള്ളംകളിയെപ്പറ്റി കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. ഞാൻ അടുത്ത വർഷമാകട്ടെ ഇതെല്ലാം നല്ലവണ്ണം പഠിച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എന്നെ വള്ളംകളി കാണിക്കാൻ കൊണ്ടുവന്നല്ല കേട്ടോ, അങ്ങനെയൊന്നും തിരക്കുള്ളിടത്തൊന്നും കൊണ്ടുവന്നാണ്ട. വള്ളംകളി ഉണ്ടോ? അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വള്ളംകളി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയാൻ വന്നത്, ഇപ്പം ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ നല്ലതായിട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. ഇപ്പം പാലത്തിൻ്റെ മണ്ടയ്ക്ക് നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത്. വള്ളംകളി അങ്ങാണ് നടക്കുന്നത് കേട്ടോ. അവിടോട്ടൊന്നും പോയി നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുപോലെ തിരക്കാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വള്ളംകളി അങ്ങാണ് നടക്കുന്നത്. ഞാൻ നോക്കട്ടെ, ആ സ്റ്റേജിൻ്റെ അവിടം വരെയെങ്കിലും, ഫൈനൽ നടക്കുന്നതിൻ്റെ ആ സ്റ്റേജില്ല അവിടം വരെയെങ്കിലും ഒന്ന് പോയി നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പോയി ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പം ദൂരെ നിന്നാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ്ട് സ്റ്റേജ് കണ്ടോ, ഞാൻ ഒക്കുവാണെങ്കിൽ അതിൻ്റെ അടുത്തോട്ടൊക്കെ പോയി നിന്ന് ഷൂട്ട് ചെയ്യാം. ഓക്കെ. പിന്നെന്താ പറയുന്നത്, അതാണ്ട സ്റ്റേജ് കണ്ടോ, ട്രോഫികളൊക്കെ ഇരിക്കുന്നുണ്ടോ, വിജയികൾക്ക് കൊടുക്കാനുള്ള ട്രോഫികളൊക്കെ വെച്ചേക്കുന്നുണ്ടോ. പിന്നെന്താ, ഈ ഇതിൻ്റെ അകത്തൂടെ എമർജൻസി ബോട്ടും അല്ലാത്ത ബോട്ടും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ സഹായത്തിനുള്ള ബോട്ടുകളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെന്താ പറയുന്നത്, കണ്ടോ ബോട്ടുകളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്, എന്തെങ്കിലും ആവശ്യം വന്നാൽ ചെല്ലാനായിട്ട്. പിന്നെ ഒത്തിരി വള്ളങ്ങൾ ഇതിൻ്റെ അകത്ത് ആസ്വദിക്കാനായിട്ട്, വള്ളങ്ങളിൽ ആളുകൾ വന്നിരുന്ന് വള്ളംകളി കാണുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, സ്റ്റേജ് കണ്ടോ, ഞാൻ ഇച്ചിരിയും കൂടെ സൂം ചെയ്തെടുത്തത് കേട്ടോ, അല്ലാതെ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റില്ല. എങ്കിലും ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് നിൽക്കുക ഞാനിപ്പം. മറ്റേത് അങ്ങോട്ടൊന്നും വരാൻ പറ്റത്തില്ലായിരുന്നു. ഇനിയിപ്പം തിരക്ക് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് നല്ലവണ്ണം സ്റ്റാർട്ടിങ് പോയിൻ്റ് ഒന്നും നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല. അത് എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ. ഫിനിഷിംഗ് പോയിൻറ്റിൻ്റെ അവിടെയാണ് ഞാനിപ്പം നിൽക്കുന്നത്. ഫിനിഷിംഗ് പോയിൻറ്റിൻ്റെ അവിടെ എന്ന് വെച്ചാൽ ഫിനിഷിംഗ് പോയിൻറ്റിൻ്റെ അടുത്തായിട്ട്, അല്ലാതെ കറക്റ്റ് ഫിനിഷിംഗ് പോയിൻറ്റിലൊന്നും അല്ല ഞാൻ നിൽക്കുന്നത്. അപ്പം വള്ളം കളി നടന്നുകൊണ്ട്, ചെറുവള്ളം കളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആളുകളെല്ലാം ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്, കാരണം ആദ്യമായിട്ടല്ലേ വള്ളം കളി ഈ സ്ഥലത്ത് നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം അവിടെ കൂടി നിൽപ്പുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടോട്ടൊന്നും പോകാനേ പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കാണ്, അതുപോലെ തിരക്കാണ്. അത് കാരണം നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ഓരോരുത്തരും ഇതൊക്കെ വള്ളംകളി നടന്നിട്ട് വന്ന് നിൽക്കുന്നവരാണ് കേട്ടോ. ഇനി ഫൈനൽ സ്റ്റേജിലേക്ക് അവരെയൊക്കെ വിളിക്കും, അപ്പോഴാണ് അവർ വീണ്ടും ഫൈനൽ സ്റ്റേജിൽ കളിക്കാൻ പോകുന്നത്. ഓക്കെ. ഇവരാണെങ്കിൽ ഇങ്ങനെ റോന്ത് ചുറ്റുകയാണ്, എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക്, മീൻസ് ഈ അബദ്ധവശാലൊന്ന് വള്ളം മുങ്ങിയാലോ അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലോ ഒക്കെ ഹെൽപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്കറിയാം ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന്. പറയട്ടെ,
സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റും തരിക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, എനിക്ക് ലൈക്കും കമൻറ്റും തരണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്താണ്ട. വള്ളംകളി വരുന്നുണ്ട്, തിമർത്ത് വരുന്നുണ്ട്, ആളുകളൊക്കെ ഇവിടെ കിടന്ന് കൂവുന്നുണ്ട് കേട്ടോ. കോപ്പിറൈറ്റ് വരുന്നുണ്ട്, ഞാനതൊക്കെ അങ്ങ് മാറ്റിയേക്കുക കണ്ടോ. ആളുകൾ വരുന്നുണ്ടോ. ഇത് ഫിനിഷിങ് സ്ഥലമാണ് കേട്ടോ, അതുകൊണ്ടാണ് വലിയ ഇതില്ലാതെ വരുന്നത്. കാരണം അവരുടെ പുറകിൽ വേറെ ആൾക്കാരൊന്നുമില്ല, അതുകൊണ്ട് അവർ ധൈര്യമായിട്ട് പതിയെ വരിക. ഓക്കെ, അവിടുന്ന് ദൂരേന്ന് വന്നപ്പോൾ ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങ് സ്പീഡ് കുറഞ്ഞതാണ് കേട്ടോ. നല്ല രസമാണ് സ്പീഡിൽ വരുന്ന കാണാനൊക്കെ. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമൊക്കെ ആഘോഷിച്ചോ? ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? എല്ലാവരും കൂട്ടുകാരെല്ലാം അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു, എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ ഒരു വള്ളം തണ്ട്, പക്ഷേ അവർ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടാണ് വള്ളം മുങ്ങിയത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഇവർക്കൊക്കെ ഈ നീന്തൽ അറിയാമായിരിക്കുമല്ലോ, എല്ലാവർക്കും നീന്തൽ അറിയാമെന്ന്, അതുകൊണ്ട് പേടിക്കാൻ ഒന്നുമില്ല. അവരുടെ വള്ളം മുങ്ങിയിട്ടുണ്ട്. ഇപ്പം ഹെൽപ്പ് ലൈനിൽ നിന്ന് ആൾ വന്ന് ഹെൽപ്പൊക്കെ ചെയ്തോളും, ഒന്നും പേടിക്കാനൊന്നുമില്ല. കണ്ടോ, വള്ളം മുങ്ങിപ്പോവുക. എല്ലാവരും നീന്തൽ വിദഗ്ധരായതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ്ട് ചെറിയ വള്ളങ്ങളിൽ ആളുകളിരുന്ന് വള്ളംകളി കാണാൻ കയറിയിരിക്കുന്നുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പോവുക. വള്ളം മുങ്ങിയിടത്തോട്ട് ഇവരെല്ലാവരും കൂടെ പോകാൻ പോവുക കേട്ടോ. അതാണ്ട് അടുത്ത വള്ളം വന്ന കണ്ടോ. ഇങ്ങനെ ഓരോ വള്ളങ്ങളും വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അങ്ങൊന്ന് വരുന്ന കാണാൻ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര തിരക്ക്, ആളുകളെല്ലാം സൈഡിലെല്ലാം നിറഞ്ഞിരിക്കുക, നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അവിടുന്ന് വരുന്ന വരവൊക്കെ കാണണം, ചീറിപ്പാഞ്ഞാണ് വരുന്നത്. പക്ഷേ എനിക്കത് പാലത്തിൻ്റെ മുകളിൽ നിന്നിരുന്നെങ്കിൽ എനിക്കിതൊക്കെ കാണാമായിരുന്നു. ഞാൻ പാലത്തിൻ്റെ മുകളിൽ നിന്ന് സ്റ്റേജിൻ്റെ ഇവിടെ ഒന്ന്, കാരണം ഫിനിഷിംഗ് എങ്കിലും ഒന്ന് കാണാമല്ലോ എന്ന് ഓർത്ത് അവിടെ നിന്ന് വന്ന്. അല്ലെങ്കിൽ പൊട്ടുപോലെ പാലത്തിനകത്ത് നിന്ന് നമുക്ക് കാണാം ദൂരെ നിന്ന് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വള്ളംകളിയുടെ വിശേഷങ്ങൾ. എൻ്റെ ചേട്ടനാണെങ്കിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാതെയൊക്കെ, കാരണം പുള്ളിക്കാരൻ വേമ്പനാട്ട് കായലിലെയും പിന്നെന്താ ആറന്മുള വള്ളംകളി ഇതൊക്കെയാണ് പുള്ളിക്കാരൻ കാണാൻ പോകുന്നത്. ഭയങ്കര ഹരമാണ് വള്ളംകളിക്ക്. ഇതിനോട് വലിയ ചെറുവള്ളങ്ങളായതുകൊണ്ടായിരിക്കും പുള്ളി വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ നിൽക്കുക. പിന്നെ എൻ്റെ ഇഷ്ടം, എനിക്ക് ആഗ്രഹം പറഞ്ഞതുകൊണ്ട് എൻ്റെ കൂടെ വന്ന് ഇവിടെ നിൽക്കുക. എനിക്ക് ആഗ്രഹം പറഞ്ഞതുകൊണ്ട് മാത്രമല്ല കേട്ടോ, വണ്ടി പോകത്തില്ല, വണ്ടി അവിടെ കിടക്കും, അതുകൊണ്ടാണ് കേട്ടോ. ആൾ കുറേ നേരം വണ്ടിക്കകത്ത് തന്നെ ഇരുന്ന്, പിന്നെ ബോറടിച്ചപ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആരും ഉപേക്ഷ വിചാരിക്കരുത്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. അതുകൊണ്ട് അടുത്ത വള്ളം തിരിച്ചു പോവുക കേട്ടോ, അല്ലാതെ വള്ളംകളിയല്ലേ, തിരിച്ചു പോകുന്നതാണ് ഇത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവരുടെയും കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളിത് എൻജോയ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻജോയ് ചെയ്തോ എല്ലാവരും? അറിയില്ല കേട്ടോ, എൻജോയ് ചെയ്യണം കേട്ടോ. നമ്മളിത് കണ്ടു കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമാകും. ഞാനില്ല, കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ട് കാണും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബെബെ അടിക്കുന്നത്. അപ്പം താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു. ലവ് യു ഓൾ.